ഞാൻ പറഞ്ഞില്ലേ, ഒട്ടേറെ കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഇവർ ഉന്നയിക്കുന്ന വിഷയവുമായിട്ടും കൂടി അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കമ്മിറ്റിയുടെ ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിച്ച് കമ്മിറ്റി ഒരു സമയബന്ധിതമായിട്ട് ഇക്കാര്യത്തിൽ ഒരു അവലോകനം നടത്തി ആ ശുപാർശ സമർപ്പിക്കട്ടെ. അത് ഉൾക്കൊണ്ട് ഞാൻ മുന്നോട്ട് വെച്ച ഈ ഒരു നിർദ്ദേശം അത് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ട്രേഡ് യൂണിയനുകൾ, ആശമാർ, സംഘടനാ നേതാക്കൾ കൂടി മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശമാണ്, ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിൽ. ആ സൊല്യൂഷൻ അംഗീകരിച്ചുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് ഞാൻ അഭ്യർത്ഥിച്ചത്. അപ്പോൾ അവർക്കത് പോയി ആലോചിക്കണമെന്നുള്ളത് പറയുകയുണ്ടായി. അപ്പോൾ ആലോചിച്ചിട്ട് ഇക്കാര്യം അറിയിക്കാനായിട്ട് പറഞ്ഞു. അല്ല, ഞാനതല്ലേ പറഞ്ഞു, വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, ചർച്ചയുടെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. ഇക്കാര്യം പോയി ആലോചിച്ചിട്ട് പറയാമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ചർച്ചയുടെ മാത്രമല്ല കേട്ടോ, കഴിഞ്ഞ ചർച്ചയുടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ കണ്ടു. അന്നത്തെ ചർച്ച കഴിഞ്ഞിട്ട് കണ്ടു, മന്ത്രിയും ഉദ്യോഗസ്ഥരും പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊളിച്ചടുക്കി എന്നുള്ള നിലയിലൊക്കെ കണ്ടു. അങ്ങനെയുള്ളൊരു വിഷയമൊന്നുമില്ല. അപ്പോൾ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത്, നമുക്ക് എന്താണ് ചർച്ച ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ചർച്ച മുന്നോട്ട് പോയത് എന്നൊക്കെ ഉള്ളത്. പക്ഷേ നമുക്ക് എന്താണ് ചർച്ച നടത്തിയെന്നുള്ളതിൻ്റെ റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. പക്ഷേ ഞാൻ പറയുന്നത് അവർ പറഞ്ഞതും അത് ഈ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ സർക്കാരിൻ്റെ സമീപനം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്കത് ഈ കമ്മിറ്റി ഒന്ന് അത് പരിശോധിക്കട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞു, അതായത് ഈ സർക്കാരിൻ്റെ കാലത്ത് 2000, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 4000 ഓണറേറിയം മാത്രം. 232 രൂപയുടെ കാര്യം വീണ്ടും ആവർത്തിച്ചു ഈ ഇന്നത്തെ ചർച്ചയിൽ. ഞാൻ പറഞ്ഞ തെറ്റായ കാര്യം ദയവായിട്ട് അത് പറയരുത്. 232 അല്ല, അതായത് ഓണറേറിയവും ഫിക്സ്ഡ് ഇൻസെൻറ്റീവും തന്നെ 10000, പിന്നെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള ഇൻസെൻറ്റീവ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണക്ക് കൂട്ടിയാൽ പ്രവൃത്തി ദിവസങ്ങൾ എത്രയാണ് എന്നുള്ളത് കണക്ക് കൂട്ടണം എന്നുള്ളത് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചയാണ്, വളരെ ക്രിയാത്മകമായ ചർച്ചയാണ് നടന്നത്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അഭ്യർത്ഥിച്ചത് ഇതിൽ നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാകണമല്ലോ. ആ സൊല്യൂഷനാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. ആ സൊല്യൂഷൻ ദയവായിട്ട് സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. ആ പരിഹാര നിർദ്ദേശം നമ്മളൊരു സമയം കൂടി പറഞ്ഞുകൊണ്ടാണല്ലോ, ഈ 3 മാസത്തിനുള്ളിൽ ഈ കമ്മിറ്റി ഇതൊന്ന് പരിശോധിച്ചിട്ട് പറയട്ടെ. അതോടൊപ്പം ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ഇവിടെ ചർച്ചയുടെ കാര്യം ഞാൻ ആദ്യ ഭാഗത്തിൽ തന്നെ പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നോട് പറഞ്ഞത് ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കുന്ന കാര്യം വളരെ സജീവ പരിഗണനയിലാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഉടൻ തന്നെ അത് ധനകാര്യ മന്ത്രാലയത്തിന് കൈമാറുകയാണ്. അപ്പോൾ അതിലുടനെ തീരുമാനമുണ്ടാകും. ഇത് ആശമാരെ, സമരം ചെയ്യുന്നവരെ കൺവിൻസ് ചെയ്യിപ്പിക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ട്. ഞാൻ ഇക്കാര്യവും ചർച്ചയുടെ ആദ്യ ഭാഗത്ത് അവരോട് പറഞ്ഞു. ഇക്കാര്യം ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞു. ഇൻസെൻറ്റീവ്സ് തുടക്കം മുതൽ ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല. 2005-2006 ആണല്ലോ. അത് കേന്ദ്രം മാത്രമല്ല സ്റ്റേറ്റും കൂടെയാണല്ലോ. അത് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാമെന്ന് വെച്ചാൽ കേന്ദ്രവും സംസ്ഥാനം കൂടിയാണ് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ അതും ഞാൻ അവരോട് പറയുകയുണ്ടായി. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന സമീപനമാണ് സർക്കാരിൻ്റെ. ഈ ഒരു നിലപാട് ഉൾക്കൊണ്ടുകൊണ്ട് അത് സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു. ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഈ ഒരു കമ്മിറ്റിയുടെ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്നും അഭ്യർത്ഥിക്കുകയുണ്ടായി. അത് സംശയമില്ലല്ലോ, വാക്ക് പറഞ്ഞാൽ വാക്ക് തന്നെയാണല്ലോ. സമരം ഇതിൽ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരെന്താണ് പറഞ്ഞതെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ. കാരണം അങ്ങനെ എൻ്റെ അടുത്ത് ചർച്ചയിൽ അവരങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താണെന്നുള്ളത് ഞാൻ നോക്കട്ടെ. അവരെന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ നോക്കാം.